ഗുഡ് മോർണിംഗ് ശിവൻ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഇപ്പോ ഏത് മൃഗത്തിന്റെ ആത്മാവിനോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ഒരു പൂച്ചയായിരുന്നു. പൂച്ച. ഒരു ദിവസം ഏകദേശം എത്ര മൃഗങ്ങളുടെ ആത്മാക്കളോട് സംസാരിക്കും? അങ്ങനെ കണക്ക് അറിഞ്ഞൂടാ. ഇന്നലെ ഒരു 30 പേരത്തേക്കിന് സംസാരിക്കണം. എല്ലായിടത്തും സംസാരിക്കാൻ പറ്റുന്നില്ല ഡോക്ടർ. ഞാൻ പിന്നെ കേൾക്കാൻ നിൽക്കില്ല. അല്ല, പൊതുവേ ഈ ആത്മാക്കള് എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്? അയ്യ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഡോക്ടർ. ഇവർ മൊത്തം സെന്റിയാണ്. ഒരു വിഷമം മാത്രമേ എൻ്റെ അടുത്ത് പറഞ്ഞുള്ളൂ. അത് കേട്ടിട്ട് എനിക്ക് വയ്യ. അതാണ്. എന്നാലും ശിവൻ എങ്ങനെയാ ഈ കഴിവ് കിട്ടിയത്? പറയൂ. അതായത് ഇത് ഈ ഭയങ്കരമായ കരച്ചിൽ ഇങ്ങനെ ചെവി കേൾക്കും ഡോക്ടർ. മൃഗങ്ങളുടെ കേട്ടിട്ട് ഭയങ്കര കൂടിയിട്ട് പിന്നെ അങ്ങ് കുറഞ്ഞിട്ട് ഞാൻ പിന്നെ ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇവർ സംസാരിക്കാൻ വേണ്ടി നിൽക്കുകയാണെന്ന്. ഇവ ആത്മാക്കൾ സംസാരിക്കണമെന്ന് എനിക്ക് എപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെയാണ് ഇത് ഉണ്ടായത്. കഴിവേണമെന്ന് അറിഞ്ഞൂടാ. നിങ്ങളീ പറയുന്നത് മറ്റുള്ളവർക്ക് തമാശയായി തോന്നും, പക്ഷെ എനിക്ക് തോന്നില്ല. കാരണം മൃഗങ്ങൾ മനുഷ്യരെ പോലെയാണ്. കറക്റ്റാണ് ഡോക്ടർ. ഒരു മിനിറ്റ് ഒന്ന് എന്താ? അല്ല, ഒരു സിംഹവാലം മൃഗന്റെ ആത്മാവ് വന്നിരിക്കുന്നത് എവിടെ? എൻ്റെ അവിടെ തന്നെ. എടി മാറി പോട്ട്. എന്റെ പൊന്നു ഡോക്ടറെ, എന്റെ ശിവേട്ടനെ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണം പ്ലീസ്. അതെ, ഇത് ഞാൻ വിചാരിച്ച പോലല്ല, കുറച്ച് സീരിയസ് ആണ്. അയ്യോ, അപ്പൊ ഇനി എന്ത് ചെയ്യും? അതെ, ഈ മൃഗങ്ങൾ എന്ന് പറഞ്ഞാലേ ഒരാളോട് സ്നേഹം തോന്നി അവരുടെ പിറകെ കൂടും, വിടില്ല. അപ്പൊ പിന്നെ അവരുടെ ആത്മാക്കളും അതുപോലെ തന്നെയല്ലേ ആവൂ. അതെ അതെ. അപ്പൊ എന്റെ ശിവേട്ടൻ ഇനി എനിക്ക് തിരിച്ചു കിട്ടത്തില്ല. അങ്ങനെ വിഷമിക്കില്ലേ, പരിഹാരമില്ലാത്ത പ്രശ്നമുണ്ടോ? ഞാനിത് ഏറ്റു. ഒരു മൃഗസ്നേഹി എന്ന നിലയ്ക്ക് ഇതെന്റെ കടമയാണ്. താങ്ക് യു ഡോക്ടർ. താങ്ക് യു. ഹലോ, എന്താ ബ്രേക്ക്ഫാസ്റ്റിന്? അയ്യോ, എനിക്ക് അറിഞ്ഞൂടാ, അമ്മ ഉണ്ടാക്കുന്നേ. കുറച്ച് കാട ഫ്രൈ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? കാട ഫ്രൈ ചോദിക്കാവേ. ഡോക്ടർ ഇരിക്കേ. ഐ ലവ് കാട ഫ്രൈ. ഐ ഹേറ്റ്. ഹലോ ചേട്ടാ, ഒന്ന് ഹോൾഡ് ചെയ്യണം, ഞാൻ കൊടുക്കാം. വെയിറ്റ്. അല്ലെ തിരക്കിലാണ്. എന്ത് പറ? എന്ത് അവിടെ ആരും ഇല്ല, നീ പറ. അല്ല, ഒരു സോമരാജൻ വല്ലിശ്ശേരി കോളിങ്ങിനുണ്ട്. ഭയങ്കര വലിയ പാട്ടുകാരനാ. അത് ശരി. അല്ല, പുള്ളിക്കാരൻ്റെ പട്ടി ഈ ഇടയ്ക്ക് ചത്തുപോയി. അപ്പം ആ പട്ടിയുടെ ആത്മാവായിട്ട് അളിയൊന്ന് സംസാരിക്കണം. പോടാ അളി പ്ലീസ് അല്ലേ, പുള്ളി ലൈനിലുണ്ടെന്ന്. ചുമ്മാ അല്ല പുള്ളി ലൈനിലുണ്ട്. ശിവ സാറേ, ഹലോ സാറ് ആത്മാക്കളൊക്കെ ആയിട്ട് സംസാരിക്കുന്നല്ലേ? സാറ് ജീവികളുടെ ആത്മാക്കളൊക്കെ ആയിട്ട് സംസാരിക്കില്ലേ? ഓ, ഇതൊക്കെ ആര് പറയണത്? PC ഷിബു എന്റെ ഒരു ബന്ധുവാണ്. ഷിബുവാ? ഇടേ അവൻ നാട് മൊത്തം പറഞ്ഞു നടക്കുന്നേ. സാറേ, എങ്ങനെയെങ്കിലും ഒന്ന് സോണിയായിട്ട് സംസാരിക്കണം സാറേ. സോണിയ? ആ, എന്റെ നായ്ക്കുട്ടിയാണ് സോണി. എനിക്ക് സാറേ മരിച്ചുപോയി സാറേ. ശരി, പാവാണ് പുള്ളിക്കാരൻ, വെറും പാവം. സാറേ, എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിക്കും സാറേ. ഇവിടെ ഒന്നും ഇല്ലല്ലോ സാറേ. സോണിന്ന് വിളിച്ചാൽ മതി സാറേ. സോണി മോളെ, സോണി ഇവിടെ കാണില്ലല്ലേ? സോണി സാർ ശരിക്കും നോക്ക് സാറേ. സോണി, ഒരു വെള്ള പോമറേനെ പട്ടി തന്നെ. ആ സാറേ, അതെ. വാലൊരു ചുട്ടിയുണ്ട്. വാലി ചുട്ടിയോ? പേരെന്താണ്? സോമരാജ്. സോമരാജൻ അറിയാമോ? സംസാരിക്കണമെന്ന് പറയണ. അയ്യോ, തന്നെ പിന്നെ ഓടി പോകത്തുണ്ട് അറിയാമെങ്കിൽ. സംസാരിച്ചേട്ടാ. സാറേ, എങ്ങനെ മരിച്ച സാറേ ആള്? മരിച്ചതൊന്നുമല്ല, എന്നെ കൊന്നത്. ആഹാരത്തിൽ വിഷം വെച്ച് കൊന്നതാണ്. ആരെന്ന് വെച്ചാൽ നിങ്ങളെ ഭാര്യ തന്നെ. എന്തിന്? നിങ്ങളെ പാട്ടും പട്ടി സ്നേഹം സഹിക്കാൻ വയ്യത്തോണ്ടാണ് ഭാര്യ ചീത്ത വിളിച്ചോണ്ടെന്ന് ചോല വിഷം വെച്ച് കൊന്നേന്ന്. കഴിച്ചോ? എന്റെ പാട്ട് സോണിക്ക് എന്തിനു ഇഷ്ടായിരുന്നു അറിയോ? അത് തന്നെ വെച്ചോ. കരയില്ല ഒന്നും കഴിക്കല്ലേ വീട്ടിൽ. മറ്റേ കാര്യം മറക്കല്ലേ സോമേട്ട. പീസ് അയച്ചേക്കണേ, ഒന്ന് പോണേ. ആ പീസ് ഒന്ന് അയച്ചേക്കണേ.
ഇവിടെ ആരെങ്കിലും ഉണ്ടോ? നീ എൻ്റെ ഇടയിൽ ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ. ഇവിടെ മനുഷ്യന്റെ ഒരു അവസ്ഥ മുതലെടുക്കണാടേ. എന്ത് നീ ഫീസൊക്കെ വാങ്ങിക്കണല്ലേ? ആരില്ലല്ലോ. ഇതൊരു ബിസിനസ് ആയിട്ട് നമുക്ക് കൂട്ടാം. അതൊക്കെ എങ്ങാടാ ഇങ്ങനെയൊക്കെ പറ്റണത്? 2 മിനിറ്റിനകത്ത് വെച്ച് 5 ഇതാണ് പൈസ. 500 രൂപ വന്നു. 500 രൂപ 250 അങ്ങോട്ട് തരും, 250 ഇങ്ങോട്ട് ഞാൻ എടുക്കും. ഒരു ദിവസം നമ്മൾ ഇത്ര കോളുകൾ വിളിച്ച് അറ്റൻഡ് ചെയ്ത ആൾ ഇത്രയും ആൾക്കാരോട് സംസാരിച്ച് എത്ര രൂപ ഉണ്ടാക്കളിയാ? എത്ര ആരാ കൈ പിടിച്ച് വലിച്ചു. നീ അതാരാ? ആരാ അത് മുള്ളം വന്നു. റിസ്ക് എടുക്കണ്ട, മുള്ളറിയും. ഞാൻ പുറത്തോട്ടേക്കാം, വേറെ കോള് വരുന്ന തിരിച്ചു തരാം. എടാ പോടാ അവിടുന്ന്.